ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ്ക്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അതേമാതിരി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻഡ് സ്ക്രീനും പിന്നെ കാർഡും യൂട്യൂബ് വീഡിയോയ്ക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഏബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈഡ് ഒന്ന് ഏബിൾ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ശേഷം ഇവിടെ യൂട്യൂബ് കയറുക. യൂട്യൂബ് കയറിയതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ നമ്മൾ സൂം ചെയ്തിട്ട് ഇവിടേക്ക് ആക്കുന്നേരം ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ലോഗോ കാണാം. ആ ലോഗോയിലൊന്ന് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ സൂം ചെയ്തിട്ട് ഇവിടെ വീഡിയോസ് പോയതിന് ശേഷം നമുക്ക് ഏത് വീഡിയോയിലാണോ എൻഡ് സ്ക്രീനും പിന്നെ കാർഡും വേണ്ടത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നില്ല. അവിടെ ഒരു പെൻ ഐക്കൺ വന്ന് എന്നിട്ട് ആ പെൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പിന്നെ നമ്മൾ കൊടുത്ത ടാഗ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ എൻഡ് സ്ക്രീനിൻ്റെ ഇത് കാണാം. നമുക്ക് 3 വീഡിയോയും ഒരു സബ്സ്ക്രൈബ് ബട്ടനും ഉള്ള എടുക്കാം, അല്ലെങ്കിൽ 2 വീഡിയോയോ അല്ലെങ്കിൽ 1 വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ അതവിടെ 3 വീഡിയോ എടുക്കും. അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്നവർ ആദ്യം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചതിനെ കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല കാണുക. അന്നേരം ഇവിടെ ഇനി ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആവും. ഇനി ഇത് ആഡ് ചെയ്യണമെങ്കിൽ ഇത് അവിടെ ഇവിടെ ആഡ് എലമെൻറ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സാധനം. അതിന് ശേഷം ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് 3ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ഗ്രിഡിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്രിഡ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ സൈഡിലുള്ള ഒരു ഗ്രിഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഷോ ഗ്രിഡിൽ ക്ലിക്ക് ചെയ്യാം. അന്നേരം ആ ഗ്രിഡ് പോവും. എന്നിട്ട് നമുക്കിവിടെ സബ്സ്ക്രൈബ് ബട്ടൺ വേണമെങ്കിൽ വീഡിയോയും കൊടുക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ വേണമെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതാ ഇവിടെയുള്ള ഈ വര നമ്മൾ ആദ്യം ഒന്ന് ബാക്കോട്ടേക്ക് ആക്കി വെക്കണം, അവസാനത്തേക്ക്. അത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ അവസാനം മാത്രമേ ഉള്ളൂ ഈ എൻഡ് സ്ക്രീൻ വരും, അല്ലെങ്കിൽ തുടക്കം മുതലേ ഈ എൻഡ് സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിത് ബാക്കോട്ട് കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ സേവ് എന്ന ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കാർഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻഡ് സ്ക്രീനിന് താഴെ തന്നെ ഉണ്ടാവും കാർഡ്സ് എന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അതിന് ശേഷം നമ്മളിവിടെ ഒരു ടൈമിൻ്റെ നമുക്കിവിടെ സെറ്റ് ചെയ്തേക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ 1 മിനിറ്റിലാണ് വെക്കുന്നത്. 1 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ വീഡിയോസ് പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കാർഡ് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കാർഡ് ഞാൻ ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് വെച്ചിട്ടാണ് ഈ കാർഡ്സ് ഇടുന്നത്. അതിനെക്കൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ മിനിറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഏഡിൻ്റെ പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട്
വീഡിയോ കൊടുക്കുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ഏത് വീഡിയോ ആണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് അവിടെ ഇതാക്കാം. ഇനിയിപ്പോൾ അടുത്തത് കറക്റ്റ് മൂന്നാമത്തതിൽ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിവിടെ സേവിൽ ക്ലിക്ക് ചെയ്ത് ഇത് സേവ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഏബിൾ ചെയ്യാം.